സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് സ്വാഗതം. കഥയിലേക്ക് കടക്കാം. എൻ്റെ പേര് സന്തോഷ്. വീട്ടിൽ അച്ഛൻ രാധാകൃഷ്ണനും അമ്മ ഇന്ദുവും. വലിയ സാമ്പത്തികമൊന്നും ഇല്ലാതിരുന്ന ഒരു കൊച്ചു കുടുംബം. അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പല പല ടെസ്റ്റുകളൊക്കെ എഴുതി ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. രണ്ടുപേരുടെയും വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. അതുകൊണ്ട് ബന്ധുക്കളുമായിട്ട് യാതൊരു സഹകരണവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ വീടിന്റെ തൊട്ടുവടക്കതിൽ താമസിക്കുന്ന ലതച്ചേച്ചിയായിരുന്നു. അവര് നല്ല ക്യാഷ് ടീമാണ്. പക്ഷേ അതിന്റെ ഗമയൊന്നും അവർക്ക് ഞങ്ങളോടില്ല. ലതച്ചേച്ചിയെ കുറിച്ച് പറഞ്ഞാൽ കാണാൻ നല്ല വെളുത്തു തുടുത്ത് അതീവ സുന്ദരി, എന്റെ അമ്മയെപ്പോലെ തന്നെ. പിന്നെ ലതച്ചേച്ചിയുടെ ഭർത്താവ് ദുബൈയിലാണ്. ചേച്ചിക്ക് ചെറിയ ഒരു കേസുകെട്ടുണ്ട്. അതൊക്കെ നാട്ടിൽ പരസ്യമായ ഒരു രഹസ്യമാണ്. അവർക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. അവർ രണ്ടുപേരും ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ലതച്ചേച്ചിക്ക് ചിലരൊക്കെ ആയിട്ട് ചില അതിരുവിട്ട ബന്ധമുണ്ട്. മിക്കവാറും പലരും അവിടെ വരുന്നത് കാണാറുണ്ട്. വരുന്നവരൊക്കെ വൻ പാർട്ടികളുമാണ്. ഞങ്ങളുടെ വീടുമായി അവർ നല്ല അടുപ്പത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഒരു ദിവസം ഞാൻ ഹാളിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലതച്ചേച്ചി എവിടെയോ പോയിട്ട് ഒരു ഓട്ടോയിൽ അവരുടെ വീടിന് മുന്നിൽ വന്നിറങ്ങിയപ്പോൾ എന്റെ വീടിന്റെ സിറ്റൗട്ടിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന അമ്മയെ കണ്ട് ചിരിച്ചുകൊണ്ട് ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. എവിടെ പോയില്ലതേ? അമ്മ ചോദിച്ചു. നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? അമ്മ ഒരു വല്ലാത്ത ചിരി ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ആ, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോകുന്നു, ലതച്ചേച്ചി മറുപടി പറഞ്ഞു. ഇന്നൊരു വലിയ കോളായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചതിലും കൂടുതൽ കാശ് കിട്ടി. അമ്മ അത്ഭുതത്തോടെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, ഇത് അത്രയ്ക്ക് നല്ലൊരു ബിസിനസ് ആണല്ലേ? പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താവശ്യം വന്നാലും പൈസക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. മാത്രമല്ല, ഭർത്താവിന്റെ മുമ്പിൽ എപ്പോഴും കൈനീട്ടേണ്ട ആവശ്യവുമില്ല. അതുമാത്രമോ, അങ്ങേര് അവിടുന്ന് 10,000 25,000 ഇങ്ങോട്ട് അയച്ചു തന്നാൽ അതിന്റെ എല്ലാം കണക്ക് മുടിനാരിഴ കീറി നമ്മൾ ബോധിപ്പിക്കുകയും വേണം. ഇതാവുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾക്ക് പെരുമാറുകയും ചെയ്യാം, ലതച്ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവർ ബാഗിൽ നിന്ന് ഒരു പുതിയ ഐഫോൺ എടുത്തു. ദാണ്ടടി ഇന്ദു, ഇത് കണ്ടോ? ഇതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അത് കണ്ട് അമ്മ അമ്പരപ്പോടെ നോക്കി. ഹോ, ഇതിന് ലക്ഷങ്ങൾ വരത്തില്ലേടി? അമ്മ ചോദിച്ചു. അത് കണ്ടപ്പോൾ ഞാൻ അകത്തു നിന്നും അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഞാൻ ലതച്ചേച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചു. ചേച്ചിയും എന്നെ നോക്കി ഒരു ചിരി പാസാക്കി. പിന്നെ ചേച്ചി അമ്മയെ നോക്കി വീണ്ടും സംസാരം തുടർന്നു. അപ്പോൾ ഞാൻ അവരെ അടിമുടി ഒന്ന് ശ്രദ്ധിച്ചു. ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു സാരിയാണ് അവരുടെ വേഷം. വെളുത്തു തുടുത്ത ആ മുഖത്ത് റോസ് പൗഡർ ഇട്ട് ഒന്നുകൂടി ചുമപ്പിച്ചിരിക്കുന്നു. ഡ്യൂട്ടി കഴിഞ്ഞതിന്റെ ക്ഷീണം ആ മുഖത്തും കഴുത്തിലും കാണാനുണ്ട്. ചുണ്ടിലൊക്കെ നല്ല ചുവന്ന ലിപ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബോബ് ചെയ്ത മുടി ചെറുതായിട്ട് അലങ്കോലമായി കിടപ്പുണ്ട്. പെട്ടെന്ന് എന്റെ നോട്ടം അവർ ശ്രദ്ധിച്ചു. ഞാൻ ആകെ ഒന്ന് ചമ്മി. എന്നിട്ട് വളിച്ച ഒരു ചിരിയിരിച്ചു. എന്താടാ മോനെ, നീ ഇന്ന് പുറത്തോട്ടൊന്നും പോയില്ലേ? ചേച്ചി എന്നോട് ചോദിച്ചു. പോയി, ജംഗ്ഷനിലൊക്കെ ഒന്ന് കറങ്ങി. ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ PSC ഒക്കെ എവിടം വരെയായി? ഉടനെ എങ്ങാനും വല്ല ജോലി കിട്ടുമോ? ഓ, 2-3 എണ്ണത്തിൽ ലിസ്റ്റിലുണ്ട്. പിന്നെ എല്ലാം ഒരു തലയിലെടുത്തല്ലേ. ആ, അത് ശരിയാടാ മോനെ. ഒരു സർക്കാർ ജോലി കിട്ടുന്നതും ഒരു വിവാഹം നടക്കുന്നതും ഒക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഇനി തല കുത്തി നിന്നെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നടക്കത്തില്ല, ചേച്ചി പറഞ്ഞു. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എത്ര നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതിയാലും വളരെ പിശുക്കിയാണ് സാറന്മാർ ഞങ്ങൾക്ക് മാർക്ക് ഇട്ട് തരുന്നത്. അന്നൊക്കെ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾ പോലും പരീക്ഷയിൽ തോൽക്കും. ഇന്ന് അങ്ങനെ വല്ലതുമാണോ? ഇന്നത്തെ പിള്ളേരാണെങ്കിൽ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും അവർക്ക് ഫുൾ മാർക്കാ. അതും പറഞ്ഞ ചേച്ചിയും അമ്മയും കൂടി ചിരിച്ചു. ഞാൻ വീണ്ടും ലതച്ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചു. അവർ ചിരിക്കുന്നത് കാണാൻ നല്ല രസം. ചിരിക്കുമ്പോൾ 2 കവിളിലും വിരിയുന്ന ആ നുണക്കുഴികൾ, അത് കണ്ട് എനിക്ക് വല്ലാതെയായി. എന്റെ അമ്മയും അവരെ പോലെ നല്ല സുന്ദരിയാണ്. പക്ഷേ ലതച്ചേച്ചിയെ പോലെ മേക്കപ്പ് ഒന്നും ഇടാറില്ല. എങ്കിലും അമ്മയെ കാണാനും ഒരു പ്രത്യേക ആകർഷണമാണ്. അമ്മയെ നോക്കിയ എന്റെ മനസ്സിലേക്ക് 2 പേരും മാറി മാറി വന്നു. 2 പേരും ഒന്നിനൊന്നു മെച്ചം, ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലതച്ചേച്ചി എവിടെയോ പോയിട്ട് തിരികെ കാറിൽ റോഡിൽ വന്നിറങ്ങിയതും ഞങ്ങളുടെ വീട്ടിലേക്ക് വേഗം കയറി വന്നു. ഞാനപ്പോൾ വീടിന്റെ കൊച്ചുതിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടതും ഞാൻ അമ്പരപ്പോടെ ഒന്ന് നോക്കി. ചില കൊച്ചു പെമ്പിള്ളാരുടെ കൂട്ട് ഒരു ടൈറ്റ് ലെഗിൻസും ടോപ്പുമായിരുന്നു അവരുടെ വേഷം.
അവരുടെ ഗ്ലാമർ എല്ലാം നല്ലപോലെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർ എന്നോട് എന്തോ ചോദിച്ചു. ഞാനാണെങ്കിൽ എന്തോ ഒരു അത്ഭുത വസ്തു കാണുന്നത് പോലെ ഏതോ ലോകത്തായിരുന്നു. ഞാൻ മറുപടിയൊന്നും പറയാതെ അവരെ തന്നെ അങ്ങനെ നോക്കിയിരുന്നു. അതുകൊണ്ട് അവർ ചോദിച്ചത് ഞാൻ കേട്ടതുമില്ല. രാ, നീ ഏത് ലോകത്താ? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ചേച്ചി വീണ്ടും പറഞ്ഞു. ആ ആ, എന്താ ചേച്ചി ചോദിച്ചത്? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊരു ചമ്മിയ ചിരിയോടെ ചോദിച്ചു. എടാ, നിന്റെ അമ്മ എന്തിയേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അതാ ഞാൻ നിന്നോട് ചോദിച്ചത്. നീ ഏതാണ്ട് സ്വപ്നലോകത്തം കണ്ടായിരുന്നോ? അമ്മയോ? അമ്മ അപ്പുറത്തുണ്ട് ചേച്ചി. എന്താ കാര്യം? ചേച്ചി എവിടെയോ പോയി. ചേച്ചിയെ ഇന്ന് കാണാൻ ഒടുക്കലത്തെ ഗ്ലാമറാണല്ലോ. ഇപ്പോൾ ചേച്ചിയെ കണ്ടാൽ ഒരു സിനിമാ നടിമാര് പോലും തോറ്റുപോകും. സത്യം, ഞാൻ പറഞ്ഞു. ആണോ? നീ കൊള്ളാമല്ലോടാ. അപ്പോൾ അപ്പോൾ നിനക്ക് നല്ല സൗന്ദര്യബോധമുണ്ട്. എന്നാലും നിന്റെ അമ്മയുടെ അത്രയും ഗ്ലാമർ ഉണ്ടോടാ എനിക്ക്? ഒരു ചിരി ചിരിച്ചുകൊണ്ട് ചേച്ചി അത് പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയെ അടിമുടി ഒന്ന് നോക്കി ചിരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ, ചേച്ചി പറഞ്ഞത് ശരിയാ. അമ്മയെ കാണാനും നല്ല ഗ്ലാമറൊക്കെ ഉണ്ട്. പക്ഷേ ചേച്ചിയെ പോലെ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നില്ലല്ലോ. ചേച്ചിക്കും അമ്മയോട് പറഞ്ഞ് അമ്മ ഒരു ചുരിദാറൊക്കെ ഇടിയിപ്പിച്ചൂടായോ? അത് കേട്ടപ്പോൾ ലത ചേച്ചി ചിരിച്ചു. ഞങ്ങളുടെ ആ സംസാരം കേട്ടുകൊണ്ടാണ് അമ്മ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. ആഹാ, രണ്ടുപേരും കൂടി പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ ഈ വയസ്സാം കാലത്താണോടാ ഇനി ഞാൻ ചുരിദാർ ഇടാൻ പോകുന്നത്? എന്തായാലും എന്റെ മോന്റെ ആഗ്രഹം കൊള്ളാം. എന്താടി ഇന്ദു, നീ ഒരു ചുരിദാർ ഇട്ടാൽ നിനക്ക് അടിപൊളിയായിരിക്കും, ലത ചേച്ചി പറഞ്ഞു. ഇപ്പോൾ പഴയ കാലമൊന്നും അല്ലമ്മേ. ഈ പഴഞ്ചൻ ലുക്കൊക്കെ മാറ്റി ദാണ്ടെ ചേച്ചിയുടെ കൂട്ട് ഒരു ലെഗിൻസ് ഒക്കെ ഇട്ട് നടക്ക്. 4 പേരൊന്ന് കാണട്ടമ്മേ. അമ്മയ്ക്കും ഒരു ചേഞ്ചൊക്കെ വേണ്ടായോ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലടാ മോനെ, ഒരു ചമ്മൽ. ഈ ചുരിദാറൊക്കെ ഇടുമ്പോൾ ദാണ്ടെ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒക്കെ എടുത്തു കാണിക്കും. പിന്നെ നിന്നെ പോലുള്ള പിള്ളേർക്ക് അതൊക്കെ കാണുമ്പോൾ തോന്നാത്തത് പലതും തോന്നും, അല്ലയോടി? അമ്മയുടെ ആ പറച്ചിൽ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഓ, തോന്നട്ടടി അവന്മാർക്ക്. നമുക്കെന്ത് നഷ്ടം? നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. ചേച്ചിയുടെ വക കമന്റ്. ഞാനാണെങ്കിൽ അവരുടെ സംസാരം കേട്ട് ഒന്നും മിണ്ടാതെ അസ്തപ്രജ്ഞനായി അങ്ങനെ ഇരുന്നു. ഇന്ദു, നീ ഒരു കാര്യം ചെയ്. എന്റെ കൂടെ ഞാൻ പോകുന്ന ബ്യൂട്ടി പാർലറിലേക്കൊന്ന് വാ. നിന്റെ രൂപം മൊത്തത്തിൽ ഞാൻ മാറ്റിത്തരാം. പൈസ ഞാൻ കൊടുത്തോളാം, ലത ചേച്ചി പറഞ്ഞു. ആ, പിന്നൊരു കാര്യം പറയട്ടെ. അതും പറഞ്ഞ് ലത ചേച്ചി എന്നെ ഒന്ന് പരിങ്ങി നോക്കി. അപ്പോൾ ഞാൻ അവരിൽ നിന്ന് നോട്ടം പിൻവലിച്ച് പുറത്തേക്ക് നോക്കുന്നതായി ഭാവിച്ചു. എനിക്ക് മനസ്സിലായി അവർ എന്തോ രഹസ്യം അമ്മയോട് പറയാനുള്ള പുറപ്പാടാണെന്ന്. പിന്നെ നീ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നിനക്കതിന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. ആവശ്യത്തിന് പൈസയും കിട്ടും. എന്ത് ജോലി? അമ്മ ചോദിച്ചു. അപ്പോൾ ലത ചേച്ചി പറഞ്ഞു, ഡീ, ഞാൻ ചെയ്യുന്ന ജോലി സുഖം പണിയാ. നമ്മുടെ കയ്യിൽ എപ്പോഴും 10 പൈസ എടുക്കാൻ കാണും. എന്തു പറയുന്നു നീ? അത് കേട്ടപ്പോൾ അമ്മ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. പിന്നെ പറഞ്ഞു, നീ അങ്ങേരെങ്ങാനും അറിഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല. നിനക്കറിയാമല്ലോ അങ്ങേരുടെ സ്വഭാവം. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ടടി. പൈസയേക്കാൾ എനിക്ക് ആ ജോലി ചെയ്യുന്നതിന് ആഗ്രഹം. അമ്മ ഒരു ദുഃഖഭാവത്തിലാണ് അത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. അച്ഛൻ അമ്മയുടെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റി കൊടുക്കുന്നില്ലെന്ന്. സത്യത്തിൽ അതറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി. നീ ഒരു കാര്യം ചെയ്, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് ലത ചേച്ചി പോയി. ഞാനൊന്നും അറിയാത്തതുപോലെ അമ്മയോട് കാര്യങ്ങൾ തിരക്കി. അമ്മ ഒരു സുഹൃത്തിനോടെന്ന പോലെ എല്ലാം എന്നോട് വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞു. അച്ഛൻ അമ്മയുടെ ശരീരത്തിലൊന്ന് സ്പർശിച്ചിട്ട് പോലും വർഷങ്ങളായെന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട. അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരു സുഹൃത്ത് എന്ന പോലെ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? അതും പറഞ്ഞ് ഞാൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മയുടെ മുഖം ചുവന്ന് കണ്ണുകൾ തിളങ്ങി. അതരങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വാടാ, അകത്തേക്ക് പോകാം. ഞങ്ങൾ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി.